കഷ്ടപ്പെട്ട് ജീവിതത്തിലെ സമ്പാദ്യം മുഴുവൻ കരുതി വെച്ചിട്ടായിരിക്കും ഒരാൾ വീട് വയ്ക്കാൻ അങ്ങനെ ചെയ്യുന്നു. പക്ഷെ അത് അവന് ദോഷമായിട്ട് ഉപയോഗിക്കുക എന്ന് അത് ജിയോപതിക്കൽ സ്ട്രെസ് എന്ന് പറയും. നമുക്ക് ഈ ബാധയെന്ന് അങ്ങനെയാണ് പറയുന്നത്. 30 വർഷമായി ഞാൻ ഫീൽഡിൽ നിൽക്കുക. 10-30,000 വീടിന് പുറത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഓരോ വീടുകളും ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഓരോരുത്തരുടെ അനുഭവമാണ്. അതിൽ നമ്മൾ ബ്രേക്ക് ചെയ്ത് കിടന്നാൽ നമുക്ക് ഉദര സംബന്ധമായിട്ട് മീൻസ് ക്യാൻസർ പോലും വരുമെന്നാണ് പറയുന്നത്. ഒരു വർഷമായിട്ട് നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന എന്ത് സാധനം വീട്ടിലുണ്ടോ ഉപേക്ഷിക്കുക എന്നാണ് പറയുന്നത്. ഒരു വണ്ടി ഓടിച്ചു അവൻ്റെ പോക്ക് ഉണ്ടില്ലെന്ന് പറയുന്ന സമയത്ത് അപ്പുറത്ത് നിന്ന് വരും. അപ്പം അത്രയും പവർഫുള്ളായിട്ടുള്ള ദൃഷ്ടിദോഷം വരുന്നത്. നമസ്കാരം. ഷായ് സാർ ഒരു 30 വർഷത്തിലേറെയായിട്ട് ഈ ഫെങ് ഷുയി, അതായത് ചൈനീസ് വാസ്തുവും ഇന്ത്യൻ വാസ്തുവും തമ്മിൽ കൊളാബറേറ്റ് ചെയ്തിട്ട്, ഈ ഇന്ത്യൻ വാസ്തുവിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ നമുക്കൊരു വീടിനൊരു പ്രശ്നമുണ്ട്. അടുക്കള അവിടെ ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അടുക്കള ഇടിച്ചു മാറ്റുകയെ നിവർത്തിയുള്ളൂ. പക്ഷേ സാറ് പറയുന്നതെന്ന് വെച്ചാൽ അതൊന്നും വേണ്ട, ഇടിച്ചു പൊളിക്കാതെ ഒരു ഓൾട്രേഷൻ ഒന്നും ഇല്ലാതെ തന്നെ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് പറയാം. പക്ഷെ അത് എത്രത്തോളം പ്രായോഗികമാണ്? ഈ വീടിൻ്റെ ഒരു എനർജി ലെവലുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ വാസ്തു അനുസരിച്ച് നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ അതിന് പ്രായമുണ്ട്. ബാല്യം, യൗവനം, കൗമാരം, വാർദ്ധക്യം, മരണം. ഈ മനുഷ്യനുള്ളതുപോലെ തന്നെ അതെ അല്ല, എപ്പോഴും നമ്മൾ ഒരു ആയുസുണ്ടോ? ഏതാ ആയുസുണ്ട്. ഇപ്പം നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഈ ബാല്യാവസ്ഥയിലോ അല്ലെങ്കിൽ വാർദ്ധക്യാവസ്ഥയിലുള്ള വീടുകളൊന്നും നമ്മൾ വയ്ക്കാൻ തയ്യാറാവില്ല. മരണാവസ്ഥയിലുള്ള യൗവനം അല്ലെങ്കിൽ കൗമാരം എടുക്കത്തുള്ളൂ. നമ്മുടെ സ്ഥിതിയിലും യൗവനത്തിലും കൗമാരത്തിലും നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവാണ്. അപ്പോൾ അതേപോലെ തന്നെ ഒരു വീട്ടിൽ ചെന്ന് കയറി കഴിയുമ്പോൾ മറ്റാരും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മളവിടെ ജീവിച്ചു പോകണം. അതിനാണ് എനിക്ക് ഈ പ്രായമുള്ളത്. രണ്ടാമത് ഫെങ് ഷുയി മുഖേന നമ്മൾ നോക്കുമ്പോൾ ഈ സാധാരണ ഞാൻ പ്ലാൻ കൊടുക്കുന്നത് ഈ പറയുന്ന യൗവനോ അല്ലെങ്കിൽ കൗമാരത്തിൻ്റെ അവസ്ഥയിലാണ് പ്ലാൻ കൊടുക്കാറുള്ളത്. അത് കഴിഞ്ഞാൽ വീട്ടിനകത്ത് താമസിക്കുന്നവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷമാണ് അവർക്ക് ഏത് റൂം വേണ്ടത്, അവരെങ്ങോട്ട് തലവച്ച് കിടക്കണമെന്ന് നോക്കേണ്ടത്. ഇപ്പം ഭാര്യയും ഭർത്താവും 2 വിഭാഗം എന്ന് പറയുന്നത് കിഴക്ക് വിഭാഗവും പടിഞ്ഞാറ് വിഭാഗത്തിൽപ്പെട്ട 2 ആൾക്കാരാണുള്ളത്. അത് നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേ അതറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് കിഴക്ക് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരാൾക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്നത് കിഴക്ക് നിന്ന് പോസിറ്റീവ് എനർജി കിട്ടും, വടക്ക് നിന്ന് കിട്ടും, തെക്ക് നിന്ന് കിട്ടും, തെക്ക് കിഴക്ക് നിന്ന് കിട്ടും. വടക്ക് കിഴക്ക്, അതേപോലെ തന്നെ തെക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ്, പടിഞ്ഞാറൊക്കെ അവർക്ക് നെഗറ്റീവ് എനർജിയാണ് കിട്ടുന്നത്. എന്നാൽ പടിഞ്ഞാറ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ പടിഞ്ഞാറ് പോസിറ്റീവ് എനർജി കിട്ടും, വടക്ക് പടിഞ്ഞാറ് പോസിറ്റീവ് എനർജി കിട്ടും, തെക്ക് പടിഞ്ഞാറ് പോസിറ്റീവ് എനർജി കിട്ടും, വടക്ക് കിഴക്ക് പോസിറ്റീവ് എനർജി കിട്ടും. ബാക്കി ഈ വടക്ക് തെക്ക് കിഴക്ക് തെക്ക് കിഴക്ക് ഇതൊക്കെ നെഗറ്റീവ് എനർജി കിട്ടും. അപ്പം അതനുസരിച്ച് നമ്മൾ പറയുമ്പോഴും ഈ വടക്ക് തെക്ക് കിഴക്ക് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ജനറേഷനിലുള്ള അല്ലെങ്കിൽ താഴോട്ടുള്ള ആൾക്കാർക്കൊന്നും അറിയില്ല. അത് ഒരു കൺസൾട്ടന്റിനെ കണ്ട് മാത്രമേ അത് മനസ്സിലാക്കാൻ. അത്രയേ ഉള്ളൂ. കാരണം നോർമലി നമുക്ക് സൂര്യ ഉദിക്കുന്നത് ഈസ്റ്റ് കിഴക്കാണ്. അപ്പോൾ സൂര്യനെ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡാണ് നോർത്ത്, അതായത് വടക്ക്, റൈറ്റ് സൈഡ് സൗത്ത് തെക്ക്, ബാക്ക് സൈഡ് പടിഞ്ഞാറ് വെസ്റ്റ്. ആ രീതി അനുസരിച്ച് നമുക്ക് നോർമലി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പം വാസ്തു ആൾക്കാർ പറയുന്നത് ഒരു വീടിന് ഒരു എനർജി ഉണ്ട്, അല്ലെങ്കിൽ ഒരു എയർ സർക്കുലേഷനാണ് അത് നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ വാട്ടർഫോൾ വെള്ളത്തിൻ്റെ ഒഴുക്ക്, ഭൂമിയിലെ വെള്ളത്തിൻ്റെ ഒഴുക്കാണ് നിയന്ത്രിക്കുന്നത് പറയാറുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ പോയി 5 സ്റ്റാർ ഹോട്ടലിൽ പോയി താമസിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിൽ പോയി താമസിക്കുന്നു, ഒരു ലോഡ്ജിൽ താമസിക്കുന്നു, അല്ലെങ്കിൽ ഒരു വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുന്നു. പക്ഷേ ഇതിനെന്താണ് ഇതിൻ്റെ വാസ്തു എന്നോ ഇതെന്താണെന്നോ ആർക്കും അറിയില്ല. അതിലാണ് നമ്മൾ ഫെങ് ഷുയി. അത് മാത്രമല്ല, നമ്മളിപ്പോൾ പറയുന്നത്, നമുക്ക് ഇതിനെതിരായിട്ട് പറയുകയാണെങ്കിൽ പറയുന്നത് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളിലും ആരും ഇത് നോക്കുന്നില്ലല്ലോ. അവരെല്ലാം ഫെങ് ഷുയി ഇപ്പോൾ എല്ലായിടും അപ്ലൈ ചെയ്യുന്നുണ്ട്. വേൾഡ് ഫുൾ ഫെങ് ഷുയി അപ്ലൈ ചെയ്യാണ്. കാരണം അതിന് കൺസൾട്ടൻറ്റ് വന്ന് കറക്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഈ ഫെങ് ഷുയിലെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീടിന് ഇടിച്ചു നിരത്തോ കേടുപാടുകളോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ആ വീടിൻ്റെ എനർജി ലെവൽ കറക്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ മാത്രം മതി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ വീട്ടിൽ ആരാണോ താമസിക്കുന്നത്, ഗ്രഹനാഥൻ ആരാണോ, ഈ ഗ്രഹനാഥൻ എന്ന് പറയുമ്പോൾ അവിടെയുള്ള മുതിർന്ന ഒരു ആണിനെ അല്ല ഗ്രഹനാഥൻ എന്ന് പറയുന്നത്. അവ വീട്ടിൽ നിന്ന് പുറത്തു പോയി അധ്വാനിച്ച് കാശ് കൊണ്ടുവരുന്ന ആരോ, അത് ആണായിരുന്നാലും പെണ്ണായിരുന്നാലും, അതാണ് ഗ്രഹനാഥൻ്റെ സ്ഥാനം. ഗ്രഹനാഥ അല്ലെങ്കിൽ ഗ്രഹനാഥൻ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് ആ വീട് അവർക്ക് സൂട്ടബിൾ ആണോ ഇല്ലേ എന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. അതനുസരിച്ചാണ് നമ്മളത് സെറ്റ് ചെയ്യേണ്ടത്. ഒരു വീട്ടിൽ 4 ദിശകളും 4 കോണുകളുണ്ട്, ടോട്ടൽ 8 എണ്ണം. ഇതിൽ ഒരു വ്യക്തിക്ക് 4 സ്ഥലങ്ങൾ മാത്രമേ പോസിറ്റീവ് എനർജി കിട്ടൂ, 4 നെഗറ്റീവ് എനർജിയാണ്. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി എവിടെയാണ് കിട്ടുന്നത്? അവിടെയാണ് നമ്മുടെ ബെഡ്റൂം വരേണ്ടത്. അല്ലെങ്കിൽ നമ്മളൊരു ഓഫീസാണെങ്കിൽ നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്തോട്ട് വേണം നമ്മൾ തിരിച്ചിരുന്ന് വർക്ക് ചെയ്യാൻ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുമ്പോൾ തന്നെ വിതിൻ 24 hours നമുക്ക് ചേഞ്ച് അറിയാൻ പറ്റും. ഇപ്പോൾ ഈ ഞാൻ വേറൊരാൾ പറയുന്നത് കേട്ടതാണ്, ഒരു പെൺകുട്ടിക്ക് കിടന്നുറങ്ങാനൊരു ആൺകുട്ടിക്ക് കിടന്നുറങ്ങാനൊരു ദിശ, അങ്ങനെ ദിശകളുണ്ട്. അങ്ങനെ ദിശകളുണ്ട്. കാരണം അത് ഇന്ത്യൻ വാസ്തു അനുസരിച്ചുള്ളതാണ്.
ആൺകുട്ടികൾക്ക് കിഴക്കും പെൺകുട്ടികൾക്ക് പടിഞ്ഞാറ് ഭാഗവും അങ്ങനെയൊക്കെയുള്ള ഒരു ഇതുണ്ട്. എന്നാൽ ഫെങ്ഷുയി വെച്ച് നോക്കുമ്പോൾ നമ്മൾ അതിൽ നോക്കേണ്ട കാര്യമില്ല. കാരണം അവർക്ക് കിഴക്കാണ് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി, അവിടെയാണ് അവർക്ക് കിടക്കേണ്ടത്. അതുപോലെ എല്ലാ വർഷവും മാറി മാറി വരുന്ന ഒരു എനർജി ലെവലുണ്ട് ഇയർലി കറക്ഷൻ ചെയ്യുമ്പോൾ. അത് ചിലപ്പം ഇതിനകത്ത് 1-2 നെഗറ്റീവ് എനർജി വരാൻ ചാൻസ് ഉണ്ട്. 2-5 കോമ്പിനേഷൻ, അതേപോലെ തന്നെ 4-3 ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് എനർജിയിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ എവിടെ നിന്നാണ് വരുന്നത്, ആ വരുന്ന ലെവൽ എത്രത്തോളം ഇതുണ്ട്, അതിനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, അതിനകത്ത് ഫെങ്ഷുയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് ആ എനർജി ലെവൽ കറക്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അല്ല, ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. ഇപ്പോൾ ഇത് വീട്ടിൽ താമസിക്കുമ്പോൾ ഉള്ള ദോഷങ്ങളാണ് പറഞ്ഞത്. അതെ അതെ. പക്ഷെ മറ്റ് പല സ്ഥലങ്ങളിലും പല ആൾക്കാരും പറയുന്നത് ആ വീട് വെച്ചു, അതോടുകൂടി അവന് ദോഷം വന്നു, അവൻ്റെ ജോലി പോയി, അല്ലെങ്കിൽ അവൻ ആക്സിഡൻറ്റിൽ സംഭവിച്ചു, അവൻ മരിച്ചു എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ വീടാണ്. അല്ല, അതിൽ വാസ്തവമുണ്ടോ? 100% ഉണ്ട്. 100%. കാരണം വെച്ചാൽ അല്ല, നമ്മൾ ജീവിതകാലത്തിൽ കല്യാണവും വീട് വയ്പ് എന്ന് പറയുന്നത് ഒരിക്കൽ സംഭവിക്കുന്ന സംഭവമാണ്. അത്രത്തോളം കഷ്ടപ്പെട്ട് ജീവിതത്തിലെ സമ്പാദ്യം മുഴുവൻ കരുതി വെച്ചിട്ടായിരിക്കും ഒരാൾ വീട് വയ്ക്കാൻ അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അത് അവന് ദോഷമായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതിനാണ് പറഞ്ഞത്, നമുക്കൊരു ബേസ്, നമ്മുടെ വീട് നമുക്ക് എപ്പോഴും ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു വീട് വച്ചു, അല്ലെങ്കിൽ നമ്മുടെ വീട് വയ്ക്കുക, നമ്മൾ കല്യാണമൊന്നും കഴിയാതെ നിൽക്കുന്നെങ്കിൽ നമ്മുടെ കുടുംബ വീട്, അച്ഛനും അമ്മയൊക്കെ വെച്ചിട്ടുള്ള വീടാണ്, അതിൻ്റെ എനർജിയാണ് നമുക്കുണ്ടാകുന്നത്. നമുക്ക് ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി കഴിഞ്ഞാലും ഇതിൻ്റെ എഫക്റ്റ് നമുക്കവിടെ എഫക്റ്റ് ചെയ്യും. മനസ്സിലാകുന്നുണ്ടല്ലോ? അതായത് നമ്മുടെ ബേസ്, നമ്മുടെ വീടിനുള്ള എനർജി ലെവൽ, ഇപ്പം നമ്മൾ സ്വന്തമായിട്ട് വിവാഹമൊക്കെ കഴിഞ്ഞു ഒരു വീട് സെപ്പറേറ്റ് വയ്ക്കണമെങ്കിൽ ആ വീടിൻ്റെ എനർജി ലെവൽ മാറി. ഇതാണ് നമ്മുടെ ബേസ്. അത് നമ്മുടെ കുട്ടികളെയൊക്കെ ബാധിക്കുന്നത്. അപ്പോൾ ആ രീതി അനുസരിച്ച് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോയില്ല എങ്കിൽ, ഉദാഹരണം ഇന്ത്യൻ വാസ്തു അനുസരിച്ച് നമ്മളൊരു നല്ലൊരു ആളെ കണ്ടിട്ട്, ഒരു വാസ്തു ആചാര്യനെ കണ്ടിട്ടാണ് നമ്മൾ വീട് വയ്ക്കുകയാണെങ്കിൽ, അപ്പം നോർമലി നമ്മൾ കിഴക്ക് ദർശനമുള്ള വീടാണ് ഇപ്പം നമ്മളെല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത്. കിഴക്ക് ദർശനമുള്ള വീടായിരിക്കണം. കിഴക്കോട്ടും വടക്കോട്ടും സ്പേസ് കൂടുതൽ വേണം, തെക്ക് ഭാഗവും അതേപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗം സ്പേസ് കുറച്ച് വേണം. ഇങ്ങനെയൊക്കെയാണ് വീടിൻ്റെ ഒരു ഇന്ത്യൻ വാസ്തു ചെയ്യുന്നത്. പക്ഷേ അവിടെ താമസിക്കുന്ന ആൾ പടിഞ്ഞാറ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരാളാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന പടിഞ്ഞാറിൽ നിന്നാണെങ്കിൽ ആ ആളെ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ തന്നെ ദുരിതവും ദുഃഖമൊക്കെ ഉണ്ടാകും. അത് മാത്രമല്ല, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഒരു പണ്ട് കാലത്ത് പ്രേതബാധ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാനും അനുഭവിച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ചെന്ന് കയറുമ്പോൾ, ചില വീടുകളിലോ അല്ലെങ്കിൽ ചില ചെന്ന് കയറുമ്പോൾ നെഗറ്റീവ്, നമ്മൾ ശ്വാസം മുട്ടൽ അനുഭവം പോലെ ഫീൽ ചെയ്യും, നമുക്ക് എന്തോ അപകടം വരുന്നത് പോലെ ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും. ചില സ്ഥലത്ത് കിടന്നാൽ നമുക്ക് ഉറക്കം വരില്ല, ഉറങ്ങാൻ പറ്റില്ല. അത് ജിയോപതിക്കൽ സ്ട്രെസ് എന്ന് പറയും. നമുക്ക് ഈ ബാധയെന്ന് അങ്ങനെയാണ് പറയുന്നത്. കാരണം ഈ സാധാരണ ഈ കാവുകളൊക്കെ, നമ്മളുടെ നോർമലി കാവുകളിൽ സർപ്പത്തിൻ്റെ സാന്നിധ്യം കൂടുതലുണ്ടെന്ന് പറയും. ഓട്ടോമാറ്റിക് നമ്മളത് അതിൻ്റെ സയൻറ്റിഫിക്കായിട്ട് ചിന്തിക്കണമെങ്കിൽ ഈ ജിയോപതിക്കൽ സ്ട്രെസ് എന്ന് പറയുന്ന ഈ ഒരു ഇത് സൈൻ വേവിലാണ് സഞ്ചരിക്കുന്നത്. സർപ്പം യാത്ര ചെയ്യും പോലെയാണ്. ആ പർട്ടിക്കുലർ ഏരിയയിൽ ആ വീട് വയ്ക്കുവാനോ ഒന്നിനും പാടില്ല. ഈ ജിയോപതിക്കൽ സ്ട്രെസ് ആ ഒരു വേവ്സ് എപ്പോഴും അതിനകത്ത് കറങ്ങിക്കൊണ്ടിരിക്കും. അവിടെ നമ്മൾ മരങ്ങൾ വച്ച് പിടിപ്പിക്കുക, കാവ് പോലെ ആരാധിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യും. ചില വീടുകളിൽ, ചില റൂമുകളിൽ ഇത് എഫക്റ്റ് ചെയ്യും. അതാണ് ചില വീടുകളിൽ ചെന്ന് കയറുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധി. നമ്മളിപ്പം നോർമലി നമ്മൾ നോക്കുമ്പോൾ ബാധ ഇതാണ് നോർമലി ഉള്ള അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ പറയാം, അല്ലെങ്കിൽ പോക്കുവരവാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. ചിലർക്ക് ജീവിതത്തിൽ ഭയങ്കര പ്രശ്നങ്ങളാണ് ഇതുകൊണ്ട് തന്നെ, മാനസികമായിട്ട് പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ഭാവിയെ ബാധിക്കും. അതെ, കംപ്ലീറ്റ് ബാധിക്കും. ഒത്തിരി ആൾക്കാർ, ഞാനും 30 വർഷമായി ഞാൻ ഫീൽഡിൽ നിൽക്കുക. 10-30,000 വീടിന് പുറത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഓരോ വീടുകളും ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഓരോരുത്തരുടെ അനുഭവമാണ് നമുക്ക് ഓരോ രീതിയിൽ കൊണ്ടുപോകുന്നത്. അപ്പം ഈ ജിയോപതിക്കൽ സ്ട്രെസ്സുള്ള റൂമിൽ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്യാൻസർ ഗ്രിഡ് എന്നും കൂടെ പറയാറുണ്ട്. അതിൽ നമ്മൾ ബ്രേക്ക് ചെയ്ത് കിടന്നാൽ നമുക്ക് ഉദര സംബന്ധമായിട്ട് മീൻസ് ക്യാൻസർ പോലും വരുമെന്നാണ് പറയുന്നത്. അത്രയും പവർഫുള്ളാണ്. കാരണം അതേപോലെ തന്നെ ഇയർലി കറക്ഷനും വരുമ്പോൾ ഇയർ ബ്രേക്കർ എന്ന് പറയുന്നൊരു ഇത് വരുന്നുണ്ട്. അതായത് പർട്ടിക്കുലർ ഇപ്പോഴത്തെ ഇയർ ബ്രേക്കർ പാസ് ചെയ്യുന്നത് തെക്ക് നിന്ന് വടക്കോട്ടാണ്. ഒരിക്കലും ആ തെക്ക് നിന്ന് വടക്കോട്ടുള്ള ബ്രേക്ക് നമ്മൾ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ടാകും. ഇത് ആ ഒരു എനർജി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ആ ഓരോ വർഷവും മാറി മാറി വരുന്നത്. ഇതെല്ലാം നോക്കി കറക്റ്റ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്തെടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് വൺ സക്സസ് ആണ്. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം സക്സസ് ആവും. അത്രയും പവർഫുള്ളാണ് എനർജി. നല്ല എനർജി കിട്ടിക്കഴിഞ്ഞാൽ നല്ല എനർജി കിട്ടും. അതുമാത്രമല്ല, ഈ വായുവിൻ്റെ സാന്നിധ്യം ഒരു ഭയങ്കര സഹായമാണ്. ഈ ചില വീടുകളിൽ ചെല്ലുമ്പം ബ്രഹ്മസൂത്രവും യമസൂത്രവും എന്ന് പറയും. അല്ല, നമുക്ക് ബേസിക്കായിട്ട് പറഞ്ഞ ശ്വാസം മുട്ടൽ ഫീൽ ചെയ്യും. അതെ, കാരണം വെച്ചാൽ എയർ സർക്കുലേഷൻ കറക്റ്റ്. ഇപ്പം പല വീടുകളിൽ ഞാൻ ചെല്ലുമ്പോൾ വാസ്തു ആചാര്യം വന്നിട്ട് ഒരു ഹോളിടാനൊക്കെ പറയും. അവരിടുന്ന ഹോളെന്ന് പറയുമ്പോൾ ഒരു ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചോ കനത്തുള്ള ഹോളിടും. അപ്പുറത്തുനിന്ന് ശക്തമായിട്ട് ഊതിക്കഴിഞ്ഞാലും കാറ്റ് ഇപ്പുറത്തോട്ട് വരത്തില്ല.
പേരിന് വേണ്ടി ഒരു ഹോള്. പേരിന് വേണ്ടി ഒരു ഹോൾ. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. മിനിമം ഈ ബ്രഹ്മസൂത്രവും യമസൂത്രവും ഒക്കെ നമുക്ക് എപ്പോഴും ചെയ്യുമ്പോഴും 1/2 അടി സ്ക്വയർ ആയിട്ടുള്ളൊരു ഇതിൽ കൂടെ എയർ സർക്കുലേഷൻ കൂടുതലുണ്ടാവുള്ളൂ. അതിൻ്റെ ആവശ്യമില്ല. കാരണം നേരെ ആ ഒരു ജനാല അവിടെ ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്തിട്ടാൽ മതി. അല്ല, ഇന്ത്യൻ വാസ്തുവിൽ പണ്ടത്തെ വീടുകളൊക്കെ അപേക്ഷിച്ച് മുൻവാതിലും അതേപോലെ അതേപോലെ തുറന്നതായിരിക്കണം. അതെ അതെ, അങ്ങനെ പറയുന്നു. എയർ വന്ന് എല്ലാ സ്ഥലത്തും സർക്കുലേറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നത്. പണ്ടുള്ള പഴയ 4 കെട്ടൊക്കെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ഇതാണ് വരുന്നത്. വായു സഞ്ചാരം മനുഷ്യന് അത്യാവശ്യമാണ്. അല്ല, ഒരിക്കലും എയർ സർക്കുലേഷൻ ബെറ്ററാണ്. കാരണം വെച്ചാൽ ചില വീടുകളിലൊക്കെ നമ്മൾ ചെന്ന് കയറുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു മൈൻഡ് ഫീൽ അങ്ങനെയൊക്കെ വരുന്നത് മാനസികമായി നമ്മളെ പുറകോട്ട് 100% പുറകോട്ട് നമുക്ക് വലിക്കുക. അത് വളരെ 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 നെഗറ്റീവാണ്. പല വീടുകളിൽ ഈ പഴയ സാധനങ്ങൾ തന്നെ വീട്ടിലൊക്കെ കുന്നുകൂടി ഇടാറുണ്ട് ചില. ഇപ്പം ഈ ലാസ്റ്റ് ഞാനൊരു വീട്ടിൽ പോയി നോക്കിയപ്പോൾ ആ വീടിനകത്ത് എനിക്ക് കയറാൻ പറ്റുന്നില്ല. അത്രയും റിജക്ഷൻ. എല്ലാ റൂമുകളിലും വസ്ത്രങ്ങളായിരുന്നല്ലോ ഒരു സൈഡിൽ കൂട്ടിയിട്ടേക്കുക, ന്യൂസ് പേപ്പർ കൂട്ടി, ബുക്സ് കൂട്ടിയിട്ടേക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരും. കിച്ചണിനകത്ത് എന്ന് കയറിയപ്പോൾ ആണെങ്കിലും കംപ്ലീറ്റ് ഈ പൊട്ടിയത് ഉടഞ്ഞതുമായിട്ടുള്ള പാത്രങ്ങൾ ഡംപ് ചെയ്തിട്ടേക്കുക. ഒരു കാരണവശാലും അവർക്ക് ജന്മത്തെ അവർക്ക് അത് ഉപയോഗിക്കത്തില്ല, എന്നാൽ അത് കളയത്തില്ല. അത് വളരെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് എനർജി ഉണ്ടാകും. അപ്പോൾ തന്നെ കിച്ചൻ്റെ കാര്യം അതെല്ലാം കളയുക എന്നുള്ളതാണ്. ഒരു വർഷമായിട്ട് നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന എന്ത് സാധനം വീട്ടിലുണ്ടോ ഉപേക്ഷിക്കുക എന്നാണ് പറയുന്നത്. ഒരു വർഷം. കാരണം നമ്മളൊരു ഡ്രസ്സുണ്ട്, ആ ഡ്രസ്സ് നമ്മൾ അലക്കി തേച്ച് വെച്ചേക്കുക. നമുക്ക് നമ്മൾ എടുത്തുമില്ല, എന്നാൽ ആർക്കും കൊടുക്കത്തുമില്ല. നേരെ മറിച്ച് ആ ഡ്രസ്സ് വേറെ ഉപയോഗിക്കാൻ ആർക്കെങ്കിലും കൊടുക്കും. പ്രശ്നമുണ്ട്. എന്താ പറയുക, കല്യാണ സാരി എന്നൊക്കെ പറഞ്ഞ പെണ്ണുങ്ങളുടെ ജീവിതത്തിൽ കല്യാണ സാരി ഇവർ ഒരു പ്രാവശ്യം എടുക്കുള്ളൂ, പിന്നെ ജീവിതകാലം മുഴുവൻ അത് കീപ്പ് ചെയ്യുമല്ലോ. അത് പിന്നെ ഒരു ഉപയോഗമുണ്ട്. എന്തിനാ? മരിക്കുമ്പോൾ അത് അറിഞ്ഞാൽ അവരുടെ ഉപബോധ മനസ്സെന്തായിരിക്കും? അങ്ങനല്ല, കല്യാണ സാരിയൊക്കെ ഉടുക്കണം. നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉടുത്ത് തരും. അല്ല, ഈ ഒരു ഇതിന് വേണ്ടി മാറ്റി വയ്ക്കാൻ പാടില്ല എന്നാണ് എന്നോട് ഞാൻ പറയുന്നത്. അതുപോലെ അമ്മമാരെ പാത്രങ്ങൾ വാങ്ങിച്ച് ഷെൽഫിൽ വയ്ക്കും, ഗസ്റ്റ് വരുമ്പോൾ മാത്രം എടുക്കാൻ വേണ്ടി. അല്ല, അത് വളരെ നെഗറ്റീവാണ്. അങ്ങനെയൊക്കെ ഒരു നിൽക്കണം. ഈ നല്ല ഫ്ലവർ വേസ് ഒക്കെ വീട്ടിയിരിക്കും, പക്ഷേ സൈഡൊക്കെ സുഖം പൊട്ടിയിരിക്കും. അതൊക്കെ കളയണം, ഉപേക്ഷിക്കും. പിന്നെ ഉപേക്ഷിച്ചേ പറ്റൂ. കാരണം വെച്ചാൽ ആ ഇവിടുന്ന് നെഗറ്റീവ് എനർജി നമുക്ക് സ്പ്രെഡ് ചെയ്യും. ന്യൂസ് പേപ്പർ, ഇന്ന് വരുന്ന ന്യൂസ് പേപ്പർ നാളെ ആവശ്യമുണ്ടോ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഫെങ് ഷൂയി എന്ന് പറഞ്ഞാൽ ഒരു വൃത്തിയുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിക്കുക. വളരെ വളരെ കറക്റ്റ്. വീടിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, എനർജി എന്ന് പറയുന്നത് എയർ സർക്കുലേഷൻ ഏറ്റവും കൂടുതലായിട്ട് വരും. അതിന് വെളിച്ചവും വായുവും എല്ലാം കറക്റ്റായിട്ട് നമ്മുടെ വീട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് കാര്യത്തിനിറങ്ങി നമ്മുടെ മൈൻഡാണല്ലോ പവർഫുൾ. അപ്പോൾ തന്നെ കാറ്റും ജലവും കാറ്റും ജലവും എന്നാണ് അർത്ഥം. ഫെങ് ഷൂയി എന്ന് വെച്ചാൽ കാറ്റും ജലവും. അപ്പോൾ ഇതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത്രയും പവർഫുള്ളാണ്. ഇപ്പം തന്നെ ഫെങ് ഷൂയിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഫെങ് ഷൂയിൽ നിൽക്കും ആദ്യം ഈ ലാഫിംഗ് ബുദ്ധയാണ് ഇരിക്കുന്ന. ലാഫിംഗ് ബുദ്ധയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ലാഫിംഗ് ബുദ്ധ എന്ന് പറയുന്ന സാധനം ഒരു ടൂള് മാത്രമാണ്. ഒരു ടൂൾ എന്ന് പറയുന്നത് ഇത് നല്ല ഗോൾഡൻ കളർ നല്ല പവർഫുള്ളായിട്ടിരിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിനകത്ത് പ്രധാന വാതിലിൽ നിന്ന് കയറുമ്പോൾ കാണത്തക്ക രീതിയിലാണ് ഇത് വയ്ക്കേണ്ടത്. ഒരാൾ ഇപ്പം ഈ ദൃഷ്ടിദോഷം എന്ന് പറയുന്ന സാധനം ഭയങ്കര പവറാണ്. ചില ചെടികൾ വീട്ടിലുണ്ട്, അല്ലെങ്കിൽ ചില ഒരു വണ്ടി ഓടിച്ചു അവൻ്റെ പോക്ക് കണ്ടില്ലെന്ന് പറയുന്ന സമയത്ത് അപ്പുറത്ത് നിന്ന് വീഴും. അപ്പം അത്രയും പവർഫുള്ളായിട്ടുള്ള ദൃഷ്ടിദോഷം വരുന്നത്. അപ്പം ഇത് നമ്മുടെ വീട്ടിലോട്ട് ഒരാൾ കയറി വരുമ്പോൾ ഒരു ഗോൾഡൻ കളറുള്ള നല്ല ഭംഗിയുള്ള സാധനം അവിടെ ഇരിക്കും. കൊള്ളാലോ എന്ന് പറയുമ്പോൾ തന്നെ ആ ദൃഷ്ടിദോഷം അവിടെ ഡിസ്ചാർജ് ആയി കഴിയും. അല്ലാതെ ലാഫിംഗ് ബുദ്ധ വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ച പൈസ വരുമെന്ന് ഒരിടത്തും ഒരു ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടുമില്ല. ഞാനും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടുമില്ല. വീട്ടിൽ കാശ് വരണോ, നമ്മൾ അധ്വാനിച്ചേ കാശ് വരും.